നമസ്കാരം. മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇത് വിജ്ഞാന ലോകത്തുകൂടെയുള്ള ഒരു യാത്രയാണ്. വിജ്ഞാനം മാത്രമല്ല, വിനോദവും വിസ്മയവും എല്ലാം ചേർത്ത് വെച്ച ഒരു യാത്ര. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 2000 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 ലക്ഷം കുട്ടികളിൽ നിന്ന് തുടങ്ങി 32 കുട്ടികളിൽ എത്തി നിൽക്കുന്നു ഈ യാത്ര. ആ 32 കുട്ടികളിൽ നിന്നും 8 കുട്ടികളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ആ 8 കുട്ടികളെ വളരെയധികം സന്തോഷത്തോടുകൂടി, നിറഞ്ഞ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലേ? അജീന, ഫാത്തിമ ഹന്ന, മൗണ്ട് ഹിൽ ഇംഗ്ലീഷ് സ്കൂൾ, പട്ടാമ്പി, പാലക്കാട്. ഷഹീൻ അഹമ്മദ്, GHSS നരിക്കുനി, കോഴിക്കോട്. ഓറിയോൺ, ആദർശ്, CHM HSS, പൂക്കലത്തൂർ, മലപ്പുറം. നിഖിൽ, ഡീപോൾ പബ്ലിക് സ്കൂൾ, കൽപ്പറ്റ, വയനാട്. സിയൂസ്, കൃഷ്ണേന്ദു, GUPS ഉള്ളൂർ, കൊയിലാണ്ടി, കോഴിക്കോട്. അഹമ്മദ് ഉസാമ, മോഡൽ പബ്ലിക് സ്കൂൾ, കഴക്കൂട്ടം, തിരുവനന്തപുരം. കനോപ്പസ്, മുഹമ്മദ് ഷഹസാദ്, നാഷണൽ HSS, ഇരിങ്ങാലക്കുട, തൃശൂർ. ഫർസാന കമാലുദ്ദീൻ, ഗവൺമെന്റ് GHS, വടക്കാഞ്ചേരി, തൃശൂർ. മലർവാടി ലിറ്റിൽ സ്കോളറിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും കേൾക്കണം. നമുക്ക് കൂട്ടുചേർന്ന് 5 എപ്പിസോഡുകളിലായിട്ട് ഗംഭീരമായിട്ട് മുന്നേറാം, അല്ലേ? പണ്ടൊരിക്കൽ ഒരു തമാശയുണ്ട്. എന്താണെന്നറിയാമോ? ഇരുട്ടും വെളിച്ചവും തമ്മിലൊരു വലിയ പ്രശ്നം ഉണ്ടായി. ഇരുട്ട് അറിയില്ലേ? രാത്രി. വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഭയങ്കര പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ദൈവത്തിനോട് ചെന്നിട്ട് ഇരുട്ടൊരു പ്രശ്നം പറഞ്ഞു. ദൈവത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെളിച്ചം അങ്ങോട്ട് കയറി വരും. ഞാൻ പെട്ടെന്ന് ഓടി ഒളിക്കേണ്ടി വരികയാണ്. മനസ്സിലായില്ലേ? ഇരുട്ട് ഭയങ്കര പ്രശ്നം. ദൈവത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, ആലോചിച്ച സമയത്ത് ശരിയാണ്. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇരുട്ടിന്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? വെളിച്ചത്തിന് വിളിച്ചു. വെളിച്ചത്തിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇരുട്ടിൻ്റെ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും നീ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചം പറഞ്ഞു, ഇരുട്ടോ? ഞാൻ ആ സാധനത്തിനെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വരാൻ പറയൂ, ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം കുറേ കാലങ്ങളായിട്ട് പഠിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെ അടുത്തിരുത്തിയതൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നടക്കുന്നില്ല. കാരണം എന്താണ്? വെളിച്ചം എവിടെയുണ്ടോ അവിടെ ഇരുട്ടുണ്ടാവില്ല. വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ്, അല്ലേ? അറിവ് എവിടെയുണ്ടോ അവിടെ അബദ്ധങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിവുള്ള കുട്ടികളാണ് നിങ്ങൾ. ആ അറിവുമായിട്ട് ആ വിജ്ഞാന ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. റെഡി ഫോർ ദാറ്റ്? ആദ്യത്തെ വിഭാഗം സമകാലം. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കുണ്ട്. തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ്യം. കുഴപ്പമില്ലല്ലോ? ഇല്ല, ഓക്കെ. അപ്പോൾ ശരി ഉത്തരം പറയണം, 10 മാർക്ക് മേടിക്കണം കേട്ടോ. ഇതിനകത്ത് പാസിംഗ് ഇല്ല, അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യം വരുന്നത് അജീനയ്ക്കാണ്. ഈ ചോദ്യം 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ. ONV കുറുപ്പ്, ബി. UA ഖാദർ, സി. ടി പത്മനാഭൻ, ഡി. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ. ഉറച്ചു നിൽക്കുകയാണോ? ഉറച്ചു നിന്നാൽ മാർക്ക് ഉറപ്പാ. 10 മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. MT വാസുദേവൻ നായരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മുടെ MT എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമാണ്, അല്ലേ? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്, എത്രയോ അവാർഡുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ വിശിഷ്ടാംഗത്വം കൊടുത്ത് ആദരിച്ചു. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഒറിയോൺ നാടാണ്. റെഡിയാണോ? ഏത് രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ടീമാണ് കിവീസ് എന്ന് അറിയപ്പെടുന്നത്? എ. ശ്രീലങ്ക, ബി. സൗത്ത് ആഫ്രിക്ക, സി. ന്യൂസിലാൻഡ്, ഡി. വെസ്റ്റ് ഇൻഡീസ്. ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. ഓപ്ഷൻ സി ന്യൂസിലാൻഡ് ആണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. കിവീസ് എന്നുള്ളത് ന്യൂസിലാൻഡിൻ്റെ ക്രിക്കറ്റ് ടീമാണ്. അടുത്ത ചോദ്യം CS നിങ്ങളോടാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്?
ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ കരൾ, ബി ശ്വാസകോശം, സി വൃക്ക, ഡി ഹൃദയം. എ കരൾ. കറക്റ്റാണ്. കൺഗ്രാജുലേഷൻസ്. ഇനി നിങ്ങളോടാണ് ചോദ്യം, കനോപ്പസിനോടാണ്. കനോപ്പസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അല്ലേ, നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുകയാണ് ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ട്. ദി ദളിത് എന്ന ദ്വൈമാസികയുടെ എഡിറ്ററും ടച്ച് എന്ന കവിതാ സമാഹാരങ്ങളുടെ കർത്താവുമായ വനിതാ സാമൂഹ്യ പ്രവർത്തക താഴെ പറയുന്നതിൽ ആരാണ്? എ മേധ പട്കർ, ബി അരുന്ധതി റോയ്, സി കിരൺ ദേശായ്, ഡി മീന കന്ദസ്വാമി. ഡി മീന കന്ദസ്വാമി. മീന കന്ദസ്വാമിയാണോ? മീന കന്ദസ്വാമിയാണ്. ആണോ? കൺഗ്രാജുലേഷൻ. മീന കന്ദസ്വാമി എവിടെയാണ് സ്വദേശം അവരുടെ? മീന കന്ദസ്വാമി തമിഴ്നാടാണ്, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനത്താണ്, ചെന്നൈയിലാണ് അവർ. വീണ്ടും നിങ്ങളിലേക്കാണ് ചോദ്യം വരുന്നത്. അജീന, നിങ്ങളുടെ ചോദ്യം ഇതാണ്: പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആണ്? എ ഗുജറാത്ത്, ബി ജാർഖണ്ഡ്, സി ഹിമാചൽ പ്രദേശ്, ഡി ഹരിയാന. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് പെർഫെക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്ത ചോദ്യം ഞാൻ ഒറിയോണാണ് ചോദിക്കുന്നത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന രാജ്യാന്തര സംഘടന ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം: IUCN, UNEP, NEPA, പീസ്. സർ, ഓപ്ഷൻ എ IUCN. ഓപ്ഷൻ എ IUCN പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. IUCNന്റെ മുഴുവൻ പേര് അറിയാമല്ലോ അല്ലേ? പേര് പറയാമോ? എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. പെർഫെക്റ്റ്. ഓൾറൈറ്റ്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട്. ചോദ്യം ഇനി വീണ്ടും വരുന്നത് സിയൂസിലേക്കാണ്. ചോദ്യം ചോദിക്കട്ടെ. പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? എ കുന്തിപ്പുഴ, ബി പെരിയാർ, സി ചന്ദ്രഗിരി പുഴ, ഡി ഭവാനിപ്പുഴ. കുന്തിപ്പുഴ. ഉറപ്പുണ്ടോ? 100%? യെസ്. അങ്ങനെയാണെങ്കിൽ കുന്തിപ്പുഴയാണ്. 100% ഉറപ്പുള്ള ഒരു കാര്യം മാറില്ല അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വെള്ളം എന്ന് പറയുന്ന സാധനമില്ലേ, വെള്ളം 100 ഡിഗ്രി കൃത്യം ചാടുന്ന സമയത്താണ് തിളയ്ക്കുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്, നീരാവിയായിട്ട് മാറുന്നത്. 99.9 ഡിഗ്രി ആവുന്ന സമയത്ത് തിളക്കില്ല. 100 ഡിഗ്രി, എപ്പം 100 ഡിഗ്രി ആവുന്നോ ആ ഷാർപ്പ് ടൈമിൽ തിളയ്ക്കാൻ തുടങ്ങും. അതാണ് 100% ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കനോപ്പസിനോടാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. EFLU, IGNOU IGNU, ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡൽഹി സർവകലാശാല. ഡൽഹി സർവകലാശാല. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇഗ്നു ആണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് സാരമില്ല, തെറ്റിപ്പോയി. ഒരൊറ്റ തെറ്റെങ്കിലും വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം? നമ്മൾ പണ്ട് പറയില്ലേ, കണ്ണ് തട്ടുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ചെറിയൊരു തെറ്റൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സോ എ ലിറ്റിൽ ബ്രേക്ക് ഇൻ ലിറ്റിൽ സ്കോളർ. വെൽക്കം ബാക്ക് മലർവാടി ലിറ്റിൽ സ്കോളർ. നമുക്ക് തുടരാം. നമ്മുടെ കഴിഞ്ഞ സെഗ്മെൻറ്റിൻ്റെ സമകാലം എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ മാർക്ക് നമുക്ക് വായിക്കാം ആദ്യം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. അജീന, യു ഗോട്ട് 20 മാർക്സ്, 20 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. ഒറിയോൺ, നിങ്ങൾക്ക് കിട്ടിയതും 20 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. 20 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയുകയാണ്, ഫുൾ മാർക്കാണ് അല്ലേ? സിയോസ്, you got 20 marks. Canopus, you got 10 marks. സാരമില്ല. എത്ര ചാൻസാണ് കിടക്കുന്നതെന്ന് അറിയാമോ? നിരവധി റൗണ്ടുകളാണ്. അതുകൊണ്ട് അതിനകത്ത് ഗംഭീരമായിട്ട് മുന്നേറണം. ഓക്കെ? കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അറിവുകൾക്ക് അതിരില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു അതിരുണ്ട്. എന്താണെന്നറിയാമോ? അതിരുകൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. സോ അതിരുകൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വളരെ രസമാണ്. ഈ വീഡിയോ വാളിലാണ് സംഭവിക്കാൻ പോകുന്നത് മാജിക്ക്. ഒരു ഫ്ലൈറ്റ്
ഇവിടുന്ന് പുറപ്പെടുകയാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന ഒരു യാത്ര, ഒരു വിസ്മയകരമായിട്ടുള്ള യാത്ര. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ആരംഭിക്കും, നേരെ ഫ്ലൈറ്റ് പോയിട്ട് ഒരു സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യും. അതെവിടെയാണെന്നുള്ളത് വളരെ ഷാർപ്പായിട്ട് നിങ്ങൾ നോക്കണം, കൃത്യമായിട്ട് നോക്കണം. എന്നിട്ട് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് തരും. അത് എവിടെയാണ്, എന്താണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. സോ റെഡിയാണോ? ആദ്യത്തെ ചാൻസ് വരുന്നത് അജീനയ്ക്കാണ്. അജീന, സ്ക്രീൻ റെഡിയാണ്. സോ വാച്ച് ദി സ്ക്രീൻ. ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് എത്തി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഈ രാജ്യത്താണ്. ഏതാണ് രാജ്യം? UAE. ഈ കെട്ടിടത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ എന്ന് പറയുന്ന 2010 ഉണ്ടാക്കിയത്. 828 മീറ്ററാണ് അതിൻ്റെ ഉയരം. 163 നിലകളിലായിട്ടാണ് ബുർജ് ഖലീഫ നിൽക്കുന്നത്. ബുർജ് ഖലീഫയാണ് ഇന്ന് നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. അതുകൊണ്ട് കൃത്യമാണ്, ദുബൈ എന്ന് പറയുന്ന സ്ഥലത്താണ്, പക്ഷേ UAE ആണ് രാജ്യം. സോ 10 മാർക്സ്. കൺഗ്രാജുലേഷൻസ്. വീണ്ടും നമ്മുടെ ഫ്ലൈറ്റ് ദുബൈയിൽ നിന്ന് പുറപ്പെടുകയാണ്. UAEയിൽ നിന്ന് പുറപ്പെടുന്നു. പുറപ്പെട്ടു കഴിഞ്ഞു. ഫ്ലൈറ്റ് അവിടെ പോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലോക ഭൂപടത്തിനെ പറ്റി കൃത്യമായ ധാരണയുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ യൂറോപ്യൻ അധിനിവേശക്കാരൻ ഈ രാജ്യക്കാരനാണ്. ഏതാണ് രാജ്യം? പോർച്ചുഗൽ. പോർച്ചുഗൽ പെർഫെക്റ്റ് ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി വെറുതെ ചോദിക്കുകയാണ്. ആരാണ് ആ അധിനിവേശക്കാരൻ ആദ്യമായിട്ട്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഏത് വർഷമാണ് വന്നത്? 1498. 1498. എവിടെയാണ് ആദ്യം കാലുകുത്തിയത്? കോഴിക്കോട് കാപ്പാട്. ഉഗ്രൻ, കൺഗ്രാജുലേഷൻസ്. വീണ്ടും നമ്മുടെ വിമാനം പറന്നുയരുകയാണ്. പോർച്ചുഗലിൽ നിന്നാണ് ഇപ്പോൾ വിമാനം പറന്നുയരുന്നത്. തുടങ്ങാം. വീണ്ടും ഫ്ലൈറ്റ് മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഇത് മാഡിബയുടെ നാടാണ്. ഏതാണ് രാജ്യം? സൗത്ത് ആഫ്രിക്ക. ആരാണ് മാഡിബ? നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അറിയോ അല്ലേ? നിങ്ങൾ ഉഗ്രൻ, ഗംഭീരം, കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. വീണ്ടും നമ്മുടെ ഫ്ലൈറ്റ് പറന്നുയരുന്നു. ചോദ്യം വരുന്നത് കനോപ്പസിലേക്കാണ്. കനോപ്പസ് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. സ്റ്റാർട്ട് നൗ. ചോദ്യം ഇതാണ്: പ്രാചീന കാലത്തെ ഗാന്ധാര ദേശമാണിത്. ഏതാണ് രാജ്യം? അഫ്ഗാനിസ്ഥാൻ. പേര് പറ, അത് വീണ്ടും പറ. അഫ്ഗാനിസ്ഥാൻ. ഉറപ്പുണ്ട്. പിന്നെന്താ ഇങ്ങനെ സംശയിച്ച് പറയാനിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാനാണ് ഉറപ്പുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉറച്ച ധൈര്യത്തോടു കൂടി പറഞ്ഞതിന് ശേഷം രൂക്ഷമായിട്ട് തന്നെ നോക്കണം. ഇത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിങ്ങനെ ഓടാൻ നിൽക്കുകയാണ്. ശരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം, തെറ്റാണെന്ന് പറഞ്ഞാൽ ഓടണം എന്നുള്ളൊരു ഭാവമാണ് വരുന്നത്. ധൈര്യമായിട്ട് പറയണം. അതുപോലെ അത് അഫ്ഗാനിസ്ഥാനാണ്, വ്യക്തമാണ്. ഈ ഗാന്ധാരദേശം എന്ന് പറയുന്നതാണ് സംശയിച്ചത് അല്ലേ? ഗാന്ധാരദേശം എന്ന് പറയുന്നത് പുരാണത്തിൽ ഗാന്ധാരിയെ ധൃതരാഷ്ട്ര കൊണ്ടുവന്നത് അവിടെ നിന്നാണ് അല്ലേ? അതുകൊണ്ടാണ് ഗാന്ധാരദേശം എന്ന് പറയുന്നത്. ഗാന്ധാരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഗാന്ധാരി എപ്പോഴും കണ്ണ് കെട്ടിയിട്ടാണ് പുരാണത്തിൽ. കാരണം ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല എന്നുള്ളതിൻ്റെ പേരിൽ കണ്ണ് കെട്ടിയിട്ട് അറിയാം നിങ്ങൾക്ക്. ഈ ഗാന്ധാരി യുദ്ധം എല്ലാം കഴിഞ്ഞതിന് ശേഷം യുദ്ധക്കളത്തിലേക്ക് ഗാന്ധാരി വന്നു. ഗാന്ധാരി വന്ന സമയത്ത് ഗാന്ധാരിക്ക് 100 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ് അല്ലേ? 100 ആൺമക്കളും മരിച്ചു കിടക്കുകയാണ്. ഗാന്ധാരി വേദന കൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ടു. ഗാന്ധാരി പറഞ്ഞു, ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഭഗവാനെ, എൻ്റെ 100 ആൺമക്കൾ മരിച്ചുപോയി, നിനക്ക് ഒരാളെയെങ്കിലും ബാക്കി വയ്ക്കാമായിരുന്നു, ഒരാളെയെങ്കിലും കാക്കാമായിരുന്നു, ഒരാളെയെങ്കിലും നോക്കാമായിരുന്നു, എൻ്റെ ശ്രാദ്ധം കഴിക്കാനെങ്കിലും ഒരാളെ ബാക്കി വയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഗാന്ധാരി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചു. കൃഷ്ണൻ സ്വതസിദ്ധമായ ചിരിയോടുകൂടി പറഞ്ഞു, അമ്മേ, നോക്കാമായിരുന്നു, പക്ഷേ അമ്മ നോക്കാത്ത മക്കളെ ഒരു ദൈവത്തിന് നോക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇത് വലിയൊരു പാഠമാണ്, മഹാഭാരതം തരുന്ന വലിയ പാഠമാണ്. അമ്മ മക്കളെ സ്നേഹിക്കണം, അമ്മ നോക്കാത്ത മക്കളെ ഒരു ദൈവത്തിന് നോക്കാൻ സാധിക്കില്ല എന്നുള്ള മഹത്തായ പാഠം. മാജിക് ഒന്നും കാണണ്ടേ നിങ്ങൾക്ക്? കാണണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഗാന്ധാരിയെ പോലെ കണ്ണ് കെട്ടിയൊരു മാജിക് കാണിക്കാം.